ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 5 ആണ്. യൂണിറ്റ് 5ൻ്റെ പേരാണ് റൂറൽ വൈബ്സ്. ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ പിക്ചറിൽ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തിലെ കാഴ്ചകളാണ് നാം കാണുന്നത്. അവിടെ വിൽ ഡ്യൂറൻ്റ് പറഞ്ഞൊരു കോട്സ് ഉണ്ട്. എന്താണ്? ദ ഫസ്റ്റ് ഫോം ഓഫ് കൾച്ചർ ഈസ് അഗ്രികൾച്ചർ. സംസ്കാരത്തിൻ്റെ ആദ്യ രൂപം കൃഷിയാണ്. ദ ഫസ്റ്റ് ഫോം ഓഫ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കാരം. അപ്പം വിൽ ഡ്യൂറിൻ്റെ ഒരു വാക്കുകളാണിത്. അതായത് സംസ്കാരത്തിൻ്റെ ആദ്യ രൂപം അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ അറിയാലോ, കൃഷി, ഫാമിംഗ്. ഓക്കെ, ഇനി അടുത്തൊരു പിക്ചർ നോക്കൂ. അതിൽ ദ ഡോർവേ, നമ്മുടെ പ്രവേശക പ്രവർത്തനമായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു പിക്ചറാണ്. ഈ പിക്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? നമ്മൾ ഈ പിക്ചറിൽ എന്താണ് കാണുന്നത്? ഒരു വീട് കാണുന്നുണ്ട്. അതിനോട് അനുബന്ധിച്ച് കുറേ സ്ഥലം കാണുന്നുണ്ട്. ആ സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ കാണുന്ന പിക്ചറിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പിക്ചറാണ് ഇത്. ഇവിടെ നമ്മൾ കൃഷിയും അതേപോലെ തന്നെ പശുക്കളെയും മൃഗങ്ങളെയും കൃഷി ചെയ്യുന്നതും കറ്റ പെറുക്കുന്നതും നെല്ല് ഉഴുതുമറിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിന് വിപരീതമായിട്ടാണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് അല്ലേ. അതിന് കൃഷിയൊന്നുമില്ല. ഒരു കോക്കനട്ട് ട്രീ കാണുന്നുണ്ട്. ഒരു തരിശു ഭൂമിയാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? നിങ്ങൾ എന്താണ് ഈ പിക്ചറിൽ കാണുന്നത്? ഐ സീ എ സ്മോൾ ഗ്രേ ഹൗസ് ഓൺ എ ഹിൽ. ഇറ്റ് ഹാസ് എ ഫ്ലാറ്റ് റൂഫ് ആൻഡ് 2 സ്മോൾ വിൻഡോസ്. അപ്പോൾ അതിനൊരു ഫ്ലാറ്റ് റൂഫാണുള്ളത്. അതേപോലെ നമ്മൾ 2 വിൻഡോസും നമ്മളിവിടെ കാണുന്നുണ്ട്. ഓക്കെ, എ ടോൾ കോക്കനട്ട് ട്രീ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. വീടിൻ്റെ മുന്നിൽ ഒരു വലിയ തെങ്ങുണ്ട്. ദർ ഈസ് എ ഡ്രൈ ട്രീ നിയർ ബൈ സം ബുഷസ് അറൗണ്ട്. അപ്പം അടുത്ത് തന്നെ ഒരു ഉണങ്ങിയ മരമുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കുറ്റിച്ചെടികൾ അവിടെ ഇവിടെയായിട്ടുണ്ട്. അത്രയും നമ്മൾ ആ പിക്ചറിൽ കാണുന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൺ യു സീ ദ ബാരൻ ലാൻഡ് ബിസൈഡ് ദ ഹൗസ്? ബാരൻ ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തരിശുഭൂമി. കൃഷിയൊന്നും ചെയ്യാത്ത തരിശുഭൂമിനെയാണ് നമ്മൾ ബാരൻ ലാൻഡ് എന്ന് പറയുന്നത്. ബാരൻ ലാൻഡ് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന്. നെക്സ്റ്റ് ടു ദ ഹൗസ് ഐ സീ സം എംപ്റ്റി ലാൻഡ്. കുറച്ച് ഒഴിഞ്ഞ ഭൂമി നമുക്ക് കാണാം. ഇറ്റ്സ് ഡ്രൈ ആൻഡ് ബ്രൗൺ. അത് ഡ്രൈ ആണ്, ഉണങ്ങിയതാണ്. അതേപോലെ ബ്രൗൺ കളറാണ്. വിത്ത് വെരി ഫ്യൂ പ്ലാന്റ്സ്. കുറച്ച് പ്ലാന്റ്സ് അവിടെ ഇവിടെയായിട്ടുണ്ട്. ദ സ്കൈ ഈസ് പെയിൽ ബ്ലൂ വിത്ത് സം ക്ലൗഡ്സ്. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? ആകാശം കാണുന്നുണ്ട്. ഇനി അടുത്ത് നോക്കാം. ഹാവ് യു നോട്ടീസ്ഡ് സിമിലർ പ്ലോട്ട്സ് ഓഫ് ലാൻഡ് നിയർ യുവർ ഹൗസ്? നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് എങ്ങനെ നിങ്ങൾ ഇങ്ങനത്തെ പ്ലോട്ട്സ്, സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ? നിയർ യുവർ ഹൗസ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? യെസ്, ദർ ആർ മെനി പ്ലോട്ട്സ് ഓഫ് ലാൻഡ് നിയർ മൈ ഹൗസ് ദാറ്റ് ആർ നോട്ട് ബീയിങ് യൂസ്ഡ്. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തും ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരു യൂസ് ചെയ്യാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്ന് നമുക്ക് എഴുതാം. ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം, ഇല്ലെങ്കിൽ അതാണെന്നോ എഴുതാം. ഓക്കെ, ഹൗ ക്യാൻ വി മേക്ക് സച്ച് പ്ലേസസ് യൂസ്ഫുൾ? ഈ ഇങ്ങനത്തെ പ്ലേസ്, അതായത് ഒഴിഞ്ഞു കിടക്കുന്ന കൃഷിയൊന്നും ചെയ്യാത്ത ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് എങ്ങനെ പ്രയോജനപ്രദമാക്കാം? വി ക്യാൻ മേക്ക് സച്ച് പ്ലേസസ് യൂസ്ഫുൾ ബൈ കൾട്ടിവേറ്റിംഗ് ദ ലാൻഡ്. അവിടെ നമുക്ക് കൃഷി ചെയ്യാം അല്ലേ. പ്ലാന്റിങ് കോക്കനട്ട് ട്രീ പിടിപ്പിക്കാം. റബ്ബർ ട്രീസ് ഓർ അതർ ക്രോപ്സ് ലൈക്ക് റൈസ്, ടാപ്പിയോക്ക ഓർ സ്പൈസസ്. നമുക്ക് പലവിധ വിളകൾ വെച്ച് പിടിപ്പിച്ച് കൃഷി ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത്, ഹൗ ക്യാൻ കൾട്ടിവേറ്റിംഗ് ദ ലാൻഡ് വുഡ് ബി എ വെൽക്കം സ്റ്റെപ്പ്? വാട്ട് ആർ ദ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ യുവർ ലൊക്കാലിറ്റി? അപ്പോൾ ഭൂമിയിൽ കൃഷി ചെയ്യുക എന്നത് ഒരു നല്ല സ്വാഗതാർഹമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. വാട്ട് ആർ ദ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന ക്രോപ്സ് ഏതൊക്കെയാണ്? വിളകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇൻ മൈ ലൊക്കാലിറ്റി പീപ്പിൾ കൾട്ടിവേറ്റ് ക്രോപ്സ് ലൈക്ക് കോക്കനട്ട്, റബ്ബർ, റൈസ്, ടാപ്പിയോക്ക ആൻഡ് സ്പൈസസ് ലൈക്ക് പെപ്പർ, കാർഡമം ആൻഡ് സിന്നമൺ. അപ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ എന്തൊക്കെയാണ് വെജിറ്റബിൾസ് കൃഷി ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് എഴുതാം. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ എന്താണോ കൃഷി ചെയ്യുന്നത് അതിനെ കുറിച്ച് നിങ്ങൾക്കിവിടെ എഴുതാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ സ്റ്റോറിയാണ് പഠിക്കാൻ പോകുന്നത്. സ്റ്റോറിയുടെ പേരാണ് സീഡ് ആൻഡ് സോയിൽ അല്ലേ. സ്റ്റോറിയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. കെ.പി. സുധീരൻ, ഡോക്ടർ കെ.പി. സുധീരയുടെ ഒരു നോവലിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പം നമ്മളിത് ഇതിൻ്റെ സമ്മറി അതേപോലെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമാണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പിന്നെ സ്റ്റോറിയൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് സമ്മറി നോക്കാം അല്ലേ. പാർവതി,
അല്ലേ? പാർവതിയുടെ കഥയാണിത് അല്ലേ? പാർവതി അഫെക്ഷനേറ്റ്ലി കോൾഡ് പാറു. സ്നേഹത്തോടെ എന്താണ് വിളിച്ചിരുന്നത്? പാറു എന്നാണ് വിളിച്ചിരിക്കുന്നത്. ലീവ്സ് ഇൻ എ ഹൗസ്, ഒരു വീട്ടിൽ താമസിക്കുന്നു. സറൗണ്ടഡ് ബൈ പാഡി ഫീൽഡ്സ്, ചുറ്റും നെൽവയലുകളാണ്. പാഡി ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെൽപ്പാടങ്ങളെയാണ് നമ്മൾ പാഡി ഫീൽഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് മനസ്സിലായല്ലോ. പാർവതി അഫെക്ഷനേറ്റ്ലി എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് പേര് വിളിക്കുന്നുണ്ടല്ലോ, ഓമന പേരുണ്ടാവുമല്ലോ. അതേപോലെ പാർവതിയെ വിളിക്കുന്ന പേരാണ് പാറു. പാർവതി അഫെക്ഷനേറ്റ്ലി കോൾഡ് പാറു ലിവ്സ് ഇൻ എ ഹൗസ് സറൗണ്ടഡ് ബൈ പാഡി ഫീൽഡ്സ്. ഷീ ലവ്സ് ദ ഫീൽഡ്സ് ആൻഡ് നാച്ചുറൽ വേൾഡ് അറൗണ്ട് ഹർ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഫീൽഡ്സും ആ വയലും അതേപോലെ തന്നെ ആ പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അവൾക്ക് വളരെ ഇഷ്ടമാണ്. ആഫ്റ്റർ ഹെർ ഫാദർ ലീവ്സ് ഫോർ എ ജേർണി, പാറു ജോയിൻസ് ഹെർ ഗ്രാൻഡ് മദർ. അപ്പോൾ അവളുടെ അച്ഛനൊരു യാത്ര പോയതാണ്. അപ്പോൾ അവൾ ആരുടെ കൂടെയാണ്? ഗ്രാൻഡ് മദറുടെ കൂടെയാണ് ഉള്ളത്. എച്ചു അമ്മ ഇൻ ദ ഫീൽഡ്സ് ടു ഹെൽപ്പ് വിത്ത് ദ പ്ലാന്റിങ്. അപ്പോൾ ആ ഗ്രാൻഡ് മദറിൻ്റെ പേരാണ് എച്ചു അമ്മ. ഇൻ ദ ഫീൽഡ്സ് ടു ഹെൽപ്പ് വിത്ത് പ്ലാന്റിങ്. അപ്പോൾ കൃഷിയൊക്കെ സഹായിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പാറു ഈസ് ഫാസിനേറ്റഡ് ബൈ ദ ഫാമിംഗ് പ്രോസസ് ആൻഡ് ലേൺസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമേഴ്സ് ആൻഡ് ദെയർ ഇൻ്റർ കണക്റ്റഡ്നെസ് ഓഫ് നേച്ചർ. അപ്പോൾ പാറു വളരെയധികം ഫാമിംഗ് പ്രോസസ്സുമായിട്ട് ഫാസിനേറ്റഡ് ആണ്. അത് ഭയങ്കര ഇഷ്ടമാണ് പാറുവിന്. അതേപോലെ തന്നെ അത് ഓരോ കൃഷി രീതികളെ പഠിക്കാനും അതേപോലെ തന്നെ പ്രകൃതിയുമായിട്ട് ഈ കൃഷിക്കുള്ള ബന്ധം, ഇൻ്റർ കണക്റ്റഡ്നെസ് ഓഫ് നേച്ചർ, ഇതൊക്കെ പഠിക്കാനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. As they work, Echuamma shares her knowledge and wisdom with Paru, teaching her about the cycle of life and the value of hard work. അങ്ങനെ എച്ചുഅമ്മയോട് കൂടി അവളങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ എച്ചുഅമ്മ അവർക്കുള്ള നോളേജൊക്കെ ഉണ്ടല്ലോ, നോളേജും അറിവും ഒക്കെ പാറുമായിട്ട് ഷെയർ ചെയ്യാണ്. ഡിസ്പൈറ്റ് ദ ഫിസിക്കൽ ഡിമാൻഡ്സ് ഓഫ് ദ വർക്ക്, എച്ചുഅമ്മ സ്പിരിറ്റ്സ് റിമെയിൻ സ്ട്രോങ് ആൻഡ് ഷീ ഈസ് ക്ലിയർലി അറ്റ് ഹോം ഇൻ ദ ഫീൽഡ്സ്. പാറുസ് ഫാദർ റിട്ടേൺസ്, അങ്ങനെ പാറുവിൻ്റെ അച്ഛൻ വരികയാണ്. കൺസേൺഡ് അബൌട്ട് ഹിസ് മദേഴ്സ് വെൽബീയിങ്, ബട്ട് എച്ചുഅമ്മ റിയഷേഴ്സ് ഹിം ദാറ്റ് ഷീ ഈസ് ഫൈൻ. The experience in the field has a profound impact on Paru's, deepening her connection to the natural world and her grandmother. She feels a sense of peace and comfort of her mother's presence. Okay. അപ്പോൾ അവൾ വല്ലാതെ ആ കൃഷിയുമായിട്ട് എച്ചുഅമ്മയും കൃഷിയായിട്ട് അവർ അങ്ങനെ വളരെയധികം അലിഞ്ഞു ചേരുകയാണ്. അതാണ് നമ്മുടെ ഈ സ്റ്റോറിയുടെ ഒരു സമ്മറി എന്ന് പറയാനുള്ള. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ 2-3 ചോദ്യം ഉണ്ട്, അത് നോക്കാം. നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ, ഷീ ഈസ് വിത്ത് അസ്. വൈ ഡിഡ് പാറൂസ് ഫാദർ സേ സോ? എന്തുകൊണ്ടാണ് അമ്മ പോയെന്ന് ഒരിക്കലും വിചാരിക്കരുത്, അമ്മ നമ്മുടെ കൂടെയുണ്ട് എന്ന് പാറുവിൻ്റെ അച്ഛൻ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന്. പാറുസ് ഫാദർ സെഡ് നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ, ഷീ ഈസ് വിത്ത് അസ് ടു കൺസോൾ പാറു. അത് പാറുവിനെ ആശ്വസിപ്പിക്കാനാണ്. ബിക്കോസ് ഷീ മിസ്ഡ് ഹെർ മദർ ടെറിബിളി ആഫ്റ്റർ ഹെർ ഡെത്ത്. അപ്പോൾ പാറുവിന് അവൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ, ആഫ്റ്റർ ഹെർ ഡെത്ത്. ഹി വാണ്ടഡ് പാറു ടു ഫീൽ കംഫർട്ടഡ് ആൻഡ് ടു നോ ദാറ്റ് ഹെർ മദേഴ്സ് മെമ്മറി ആൻഡ് സ്പിരിറ്റ് ലിവ്ഡ് ഓൺ ഈവൻ ദോ ഷി വാസ് നോ ലോങ്ങർ ഫിസിക്കലി പ്രസൻറ്റ്. അപ്പോൾ അവിടെ ഇപ്പോൾ അമ്മയില്ല, എന്നാലും അമ്മയുടെ ആ സാന്നിധ്യം. ഹി വാണ്ടഡ് ടു പാറു ടു ഫീൽ കംഫർട്ടഡ് ആൻഡ് ടു നോ ദാറ്റ് ഹെർ മദേഴ്സ് മെമ്മറി സ്പിരിറ്റ് ലീവ് ഓൺ. അപ്പോൾ അവളുടെ അമ്മയുടെ ആ സാന്നിധ്യമൊക്കെ അങ്ങനെ ഓർമ്മ, അപ്പോൾ അമ്മയുണ്ട് എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പാറു നെവർ ഫെൽറ്റ് ലോൺലെസ്. വാട്ട് കുഡ് ബി ദ റീസൺ? ഒരിക്കലും പാറുവിനൊരു ഏകാന്തത തോന്നിയിരുന്നില്ല. കാരണം എന്തായിരിക്കും? പിന്നെ രണ്ടാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് 2 sentences ഫ്രം ദ ടെക്സ്റ്റ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഫീൽഡ്. ഫീൽഡിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന 2 വേർഡ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 2 ചോദ്യമാണ് നമുക്കുള്ളത്. എന്താണ് പാറുവിന് ഒരിക്കലും ഏകാന്തത അനുഭവപ്പെടാനത്? പാറു നെവർ ഫെൽറ്റ് ലോൺലെസ് ബിക്കോസ് ഹെർ ഗ്രാൻഡ് മദർ എച്ചുഅമ്മ വാസ് ഓൾവേസ് വിത്ത് ഹെർ, ടേക്കിംഗ് കെയർ ഓഫ് ഹെർ ആൻഡ് കീപ്പിംഗ് ഹെർ കമ്പനി. എന്തുകൊണ്ടാണ്? എച്ചുഅമ്മ എപ്പോഴും അവളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് അമ്മയുടെ ഇല്ല എന്നുള്ളൊരു നഷ്ടമൊന്നും പാറുവിന് ഉണ്ടായിരുന്നില്ല. ഹിയർ ആർ 2 sentences that describe the scene in the പാഡി ഫീൽഡ്. അപ്പോൾ പാഡി ഫീൽഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന 2 വേർഡ്സ് എഴുതാൻ പറഞ്ഞിട്ട്, സെൻറ്റൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് കവേർഡ് വിത്ത് മഡി വാട്ടർ, എ വാം ബ്രീസ് മെയ്ഡ് റിപ്പിൾസ് ഓൺ ദ സർഫസ്. ഇതിൽ നിന്ന് നമുക്ക് അതൊരു വയലാണെന്ന് മനസ്സിലാക്കാം. ദ എയർ വാസ് എലൈവ് വിത്ത് ദ കോൾ ഓഫ് ബേർഡ്സ്, എ റോ ഓഫ് മാൻ
and women were planting the paddy seedlings. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ were the farmers happy? എന്തുകൊണ്ടാണ് കൃഷിക്കാർക്ക് സന്തോഷമായത് എന്ന്. The farmers were happy because Paru and her grandmother Echema joined them in planting the seedlings, which added to their enthusiasm and made the work more enjoyable. എന്തുകൊണ്ടാണ്? അവരും കൂടെ കൂടി അല്ലേ, അതുകൊണ്ടാണ് കൃഷിക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. വാട്ട് ഈസ് ഗുഡ് മാനർ ഫോർ പ്ലാന്റ്സ്? പ്ലാന്റ്സിൻ്റെ മാനർ എന്ന് പറഞ്ഞാൽ വളം. ഡീക്കേഡ് ഫോളൻ ഫ്ലവേഴ്സ്, ലീവ്സ് ആൻഡ് ഡെഡ് ഇൻസെക്ട്സ് ആർ ഗുഡ് മാനേഴ്സ് ഫോർ പ്ലാന്റ്സ്. ഇതൊക്കെയാണ് പ്ലാന്റ്സിൻ്റെ വളം എന്ന് പറയുന്നത്. എന്താണ്? ഡ്രൈ ലീവ്സ്, അതേപോലെ തന്നെ ഡെഡ് ഇൻസെക്ട്സ്, ഇതൊക്കെയാണ് പ്ലാന്റ്സിന് ഏറ്റവും നല്ല വളം. ദ ഗ്രാൻഡ് മദർ സെഡ് ദാറ്റ് ദ ഫാം വാസ് ഹെർ ഹോം. വൈ ഡിഡ് ഷീ സേ സോ? അപ്പോൾ ചുമ പറയാണ് അവരുടെ വയൽ എന്ന് പറയുന്നത് സ്വന്തം വീടാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ദ ഗ്രാൻഡ് മദർ സെഡ് ദാറ്റ് ദ ഫാം വാസ് ഹെർ ഹോം ബിക്കോസ് ഷീ ഫെൽറ്റ് എ സ്ട്രോങ് കണക്ഷൻ ടു ദ ലാൻഡ്. And the farming work and being there made her feeling comfortable and at ease, just like being at home. അപ്പോൾ HMക്ക് ഫാം എന്ന് പറയുന്നത് വീട് തന്നെയാണ്. എന്താണ്? ഒരു സ്ട്രോങ് കണക്ഷൻ ഈ ലാൻഡുമായിട്ട് അവർക്കുണ്ട്. അതേപോലെ ഫാമിംഗ് വർക്ക്, കൃഷിപ്പണികളുമായിട്ടും, അതേപോലെ തന്നെ ബീയിങ് ഹെദർ മെയ്ഡ് ഹെർ ഫീൽ കംഫർട്ടബിൾ. അവിടെ അവർക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് അവിടെ നിൽക്കാൻ, ഈസി ആയിട്ട് നിൽക്കാനും, ജസ്റ്റ് ലൈക്ക് ബീയിങ് അറ്റ് ഹോം. നമ്മളൊരു വീട്ടിൽ എങ്ങനെയാണ് നമുക്ക് വളരെയധികം ഫ്രീ ആയിട്ട് നമുക്ക് ഭയങ്കര കംഫർട്ടാണ്, അതേപോലെ തന്നെയാണ് HMക്ക് അവരുടെ വയൽ എന്ന് പറയുന്നതും. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് സജസ്റ്റ് അനദർ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. സ്റ്റോറിക്ക് ടൈറ്റിൽ വേറെ ഏതെങ്കിലും ടൈറ്റിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് എടുക്കാം. ദ വാം ഓഫ് ദ എർത്ത്, പാറു സ്റ്റേ ഇൻ ദ ഫീൽഡ്സ്, എ ഡേ വിത്ത് HM, ദ ഫാമേഴ്സ് ഗേവ് റൂട്ട്സ് ഓഫ് ലവ്. ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിലെ വേർഡ്സിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് നോക്കാം. കൺസോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആശ്വസിപ്പിക്കുക. കൺസോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആശ്വസിപ്പിക്കുക. ഡീക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീകമ്പോസ്, അതായത് ജീർണിക്കുക. ഡീക്കെ എന്ന് പറഞ്ഞാൽ ജീർണിക്കുക. അതേപോലെ ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിരസിക്കുക. ടു റെഫ്യൂസ് പൊളൈറ്റ്ലി, അതിനെയാണ് റെഫ്യൂസ്, നിരസിക്കുക. ഇന്തൂസിയാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ്. ഇന്തൂസിയാസം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, താല്പര്യം. ഓക്കെ, നെക്സ്റ്റ് എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ വെരി ടയേർഡ്, വളരെ ക്ഷീണിച്ച. ഫെച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെച്ച് എന്ന് പറഞ്ഞാൽ ടു ബ്രിങ്, എന്തെങ്കിലും കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഫെച്ച് എന്ന് പറയുന്നത്. ടു ഫെച്ച് എന്ന് പറഞ്ഞാൽ ടു ബ്രിങ്. ഓക്കെ, ഇനി അടുത്തത് ഫോക്സ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ, ഫ്രെയിൽ, വീക്ക് ആൻഡ് ഡെലിക്കേറ്റ്. ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വീക്ക് ആൻഡ് ഡെലിക്കേറ്റ്, വളരെ ക്ഷീണിതയായ, അതാണ് ഫ്രെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദുർബലമായ എന്നൊക്കെ നമുക്ക് പറയാം. ഗ്രാജുവലി എന്ന് പറഞ്ഞാൽ ക്രമേണ, സ്ലോലി. ഓക്കെ, ഇനി അടുത്ത് ഇമ്മേഴ്സ്, ടു ഇൻവോൾവ് ഡീപ്ലി, അഗാധമായിട്ട് അല്ലെങ്കിൽ ഇൻവോൾവ് ഡീപ്ലി, വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെടുക, അതാണ് ഇമേഴ്സ്. അതിതീവ്രമായ എന്നൊക്കെ അർത്ഥമുണ്ട്. മുഴുകുക, നമ്മളൊരു കാര്യത്തിൽ നമ്മൾ മുഴുകിയിരിക്കുക, അതിനെയൊക്കെ ഇമേഴ്സ് എന്ന് പറയാം. റിമോട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, ദൂരെയുള്ള. റിപ്പിൾ എന്ന് പറഞ്ഞാൽ സ്മോൾ വേവ് കോസ്ഡ് ബൈ സ്ലൈറ്റ് ബ്രീസ്, അതിനെയാണ് റിപ്പിൾ എന്ന് പറയുന്നത്. എന്താ പറയുക, നമ്മൾ ചെറിയ ഓളങ്ങൾ, നമ്മൾ വെള്ളത്തിലൊക്കെ ചെറിയ ഓളം പോലെ പോകുന്നതാണ്, അതിനാണ് റിപ്പിൾ എന്ന് പറയാം. സൈ എന്ന് പറഞ്ഞാൽ ലോങ് ഡീപ്പ് ബ്രീത്ത് എക്സ്പ്രസിങ് സാഡ്നെസ്, ഒരു ദീർഘനിശ്വാസം വലിക്കുക, അതിനെയാണ് സൈ എന്ന് പറയുന്നത്. നെടുവീർപ്പിടുക, അങ്ങനെ. സ്ട്രെച്ച് എൻ ഏരിയ ഓഫ് ലാൻഡ്. ടെൻഡർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്. ഓക്കെ, വാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ്, വളരെ വിശാലമായ. നെക്സ്റ്റ് ഫസ്റ്റ് നമുക്ക് ആക്ടിവിറ്റി 1 നോക്കാം. ഇവിടെ നോക്കൂ, ഗ്രാൻഡ് മദർ. ഇതേപോലെ തന്നെ ഇവിടെ നോക്കൂ, സൺഫ്ലവർ ആണല്ലേ. ഇതെന്താണ്? ഇത് സ്റ്റാർ ഫിഷ് ആണ്. എന്താണ് സ്റ്റാർ ഫിഷ്? ഓക്കെ, ഇത് നമുക്ക് എന്ത് എഴുതാം? സ്റ്റാർ ഫിഷ് എഴുതാം. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് വേറൊരു വേർഡും കൂടി ഉണ്ടാക്കാം, ഹാൻഡ് ബാഗ്. ഇതും നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഫുട്ബോൾ, ഓക്കെ, അങ്ങനെ ഒരുപാട് വേർഡ്സ് നമുക്ക് ഉണ്ടാക്കാം. Activity 2 നോക്കൂ, കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻസ് യൂസിങ് ദ വേർഡ്സ് ഗിവൻ ഇൻ ദ ബ്രാങ്കറ്റ്, റൈറ്റ് ദ ആൻസേഴ്സ് ആഫ്റ്റർ റീഡിങ് ദ ടെക്സ്റ്റ്. അപ്പോൾ വേർഡ് ഡിഡ് പാറു ലീവ്? പാറു എവിടെയാണ് താമസിച്ചിരുന്നത്? ഇവിടെ, അതിനാണ് വേർ ഉപയോഗിക്കുന്നത്. പാറു ലീവ്ഡ് എ റിമോട്ട് വില്ലേജ്.
ഇനി ഡാഷ് വാസ് പാറൂസ് റിയൽ നെയിം. പാറുവിൻ്റെ ശരിയായ പേരെന്താണ്? അപ്പോൾ നമുക്കിവിടെ എന്തായിരിക്കാം? വാട്ട് വാസ് പാറൂസ് റിയൽ നെയിം. ഓക്കെ, വാട്ട് വാസ് പാറൂസ് റിയൽ നെയിം. ഇനി അടുത്തത് ഡാഷ് അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം. ആരാണ് അഡ്വൈസ് കൊടുത്തത്? ഹൂ അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം? പാറൂസ് ഗ്രാൻഡ് മദർ അഡ്വൈസ്ഡ് ടു റിട്ടേൺ ഹോം. ഇനി അടുത്ത വൈ ഡിഡ് പാറു ലുക്ക് ബാക്ക് ടുവേർഡ്സ് ഹെർ ഹോം? പാറു ലുക്ക്ഡ് ബാക്ക് ടുവേർഡ്സ് ഹെർ ഹോം ബിക്കോസ് ഷി വാസ് വണ്ടറിങ് ഇഫ് ഹെർ ഫാദർ ഹാഡ് റിട്ടേൺഡ്. അച്ഛൻ തിരിച്ചു വന്നോ എന്നാണ് അവൾ നോക്കുന്നത്.